എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഹായ്, മിനിമോൾസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലും നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് കുട്ടികൾ 4 മണിക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് എന്തൊക്കെ വേണമെന്ന് പറയാം. അപ്പം അതിന് വേണം ബ്രെഡ്. അത് നമുക്ക് എത്ര വേണം അതനുസരിച്ച് എടുത്താൽ. ഇതിപ്പോൾ ഞാനൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഒരു സവാള, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്. ഇത് ഇറച്ചി മസാലപ്പൊടി അത് 1/2 ടീസ്പൂൺ വേണം. കാശ്മീരി എരി ഇല്ലാത്ത മുളക് പൊടി അത് നമുക്ക് എരി വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഇടാം, അല്ലെങ്കിൽ 1/4 ഇടാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഇത് വഴറ്റാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിന് കടുകിടാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം വേണം കടുകിടാൻ. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല വെള്ളം വേണം. അപ്പം ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ഇടാം. നമുക്കപ്പോൾ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ പൊടിവകളെല്ലാം ഇടാം. തീ നല്ലപോലെ കുറച്ച്. ഇപ്പം ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആദ്യം ഇടണം. ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. 1/2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി. അപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരി ഇല്ലാത്തത്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് സോസും കൂടെ ഒഴിക്കാം. അതിൻ്റെ കണക്കൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ആവശ്യത്തിന് ഒഴിക്കാം. കുറച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കോരി ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൊടിയും ഒരു മുട്ടയും കൂടെ. ഉടനെ ചിക്കല്ലേ ഒന്ന് സെറ്റായിട്ട് എന്നിട്ട് നമുക്കത് ചിക്കാൻ മതി. അത് നമുക്ക് മുട്ട മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല മുട്ടയെല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തീ ഓഫ് ചെയ്യണം. നമുക്കിതെല്ലാം കൂടെ ഓഫ് ചെയ്തിട്ട് വേണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് നെയ്യോ ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം ബ്രെഡൊന്ന് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മൊരിഞ്ഞു. അപ്പോൾ നമുക്കൊരു സെറ്റോടൊക്കെ ഒരു സെറ്റും കൂടെ ഉണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ സവാള വെച്ചു, ടൊമാറ്റോ വെച്ചു. എന്നിട്ട് നമുക്കിത് അടയ്ക്കണം. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് അപ്പോൾ നമ്മുടെ
സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഹാർട്ടൊക്കെ കൊടുത്ത് നോക്കി, ഹാർട്ടായോന്ന് അറിയത്തില്ല, എന്നാലും ചെറിയ തോതിലൊരു ഡെക്കറേഷനൊക്കെ ഒന്ന് നടത്തി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.